ശ്യാമേച്ചി ജയിക്കുന്നത് അവിടെ മുമ്പിൽ ഇരുന്ന് എനിക്ക് കാണണം. ശരി ശരി, കൊണ്ടുപോവാം. ഏയ് ശ്യാമേച്ചിയുടെ പാട്ട് കേൾക്കാൻ എന്നെയും കൊണ്ടുപോകുന്നേ. ഇങ്ങ് വാ. ഞാൻ കാറില് അരുണങ്കിളുടെ അടുത്തിരിക്കും. കേട്ടല്ലോ അങ്കിളെ? അല്ല മോളെ ശ്രീകുട്ടി, അമൃതാൻ്റെ ഉണ്ടല്ലോ. അമൃതാൻ്റെ ഉണ്ട്. അതവിടെ പാട്ട് കേൾക്കാൻ അമൃതാൻ്റെ അടുത്തിരിക്കും. കാറിൽ അരുണങ്കിളുടെ അടുത്തിരിക്കും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ദേ അരുണങ്കിളിനെയും പിന്നെ അമൃതാൻ്റെയാ. പിന്നെ അടുത്ത് എനിക്കിഷ്ടം മുത്തശ്ശിയാ. മുത്തശ്ശി വന്നല്ലോ. മുത്തശ്ശി, എല്ലാവരും ഇവിടെ ശ്യാമേച്ചിയുടെ പാട്ട് കേൾക്കാൻ പോകാൻ തീരുമാനിക്കുക. മുത്തശ്ശി എന്താ ഒന്നും പറയാത്തെ? ഇവളിപ്പോ അമ്മയെ മുത്തശ്ശിന്നാണോ വിളിക്കുന്നേ? കുട്ടികൾ അങ്ങനെ വിളിച്ചാ പിന്നെ നമ്മളെന്താ ചെയ്യാ? അതൊക്കെ പോട്ടെ, ഇവിടെ എന്ത് തീരുമാനം എടുക്കുന്നേ? ശ്യാമയുടെ പാട്ട് കേൾക്കാൻ എന്തായാലും ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. ശ്രീകുട്ടിയും വരുന്നുണ്ട്. വസുവും ഐശ്വര്യം വരുന്നുണ്ടോ? അല്ല, അതും കൂടെ അറിയണം. എന്തായാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ നല്ല രസമായിരിക്കും. ഈ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നാ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എന്തായാലും മ്യൂസിക് ഷോയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ മ്യൂസിക് ഷോ ദിവസം ചില പ്രശ്നങ്ങളുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വല്ലതാണോ? അല്ല, എന്ത് പ്രശ്നം വെച്ചാ പറയ്, കേക്കട്ടെ. അങ്ങനെ പറയാൻ തക്കൊന്നുമില്ല. എന്തായാലും ഐശ്വര്യ വരുന്നു സമ്മതിച്ചല്ലോ, വന്നോട്ടെ. ഈശ്വര, അരുണും മറ്റാരും ഇതറിയില്ലേ? നാളെ മ്യൂസിക് ഷോയ്ക്ക് ഉറപ്പായിട്ടും ഞാനും വരുന്നു. സത്യമാണ് വസു പറയുന്നേ. ആദ്യം പറഞ്ഞത് കേട്ടില്ലേ? ഈ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഉണ്ടാവണമെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്തായാലും ഞാൻ റെഡി. ഓ, അമ്മ മ്യൂസിക് ഷോയ്ക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? നാളെ അവിടെ ശ്യാമയുടെ വീഴ്ച നേരിട്ട് കാണുമ്പോ ഈ സന്തോഷം എല്ലാം താനെ അങ്ങ് തീരും. അതുവരെ സന്തോഷിക്കട്ടെ പാവങ്ങള്. മനസ്സ, ഒരു സെൽഫി. ഈ റിയാലിറ്റി ഷോ വിൻ ചെയ്യുന്ന മാനസയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതെ, ഞാൻ വിൻ ചെയ്യും. അല്ല, മാനസയുടെ എതിരാളി ശ്യാമയാണല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആരെക്കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാമയെ ജയിക്കാൻ എനിക്ക് കഴിയും.
അതിൽ സംശയമില്ല. മാറിന്നേ മമ്മി. വല്ലാത്ത ജാടയാണല്ലോ. അതെ അതെ. വാ. ഹലോ ശ്യാമ. അശ്വതീച്ച. എടുക്ക്. ഹലോ ചേച്ചി. ആ ശ്യാമേ, നിങ്ങൾ മത്സര സ്ഥലത്തെത്തിയോ? ആ ഞങ്ങളുടെ ഇപ്പൊ എത്തിയുള്ളൂ. ചേച്ചി വരുന്നില്ലേ? ആ അത് ശ്യാമേ, ഒരു പ്രശ്നമുണ്ട്. ഫോൺ സ്പീക്കറിലിട്, അഖിലൂടെ കേക്കട്ടെ. ആ ആ അത് ശ്യാമേ, ഇവിടെ ഓഫീസില് ഐശ്വര്യ മഹിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് തമ്മി മ്യൂസിക് ഷോയുടെ കാര്യവും ശ്യാമയുടെ കാര്യവും ഒക്കെയാ പറയുന്നത്. ഒന്നും എനിക്കത്ര വ്യക്തമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്യാമ എന്തോ അപായപ്പെടുത്താനുള്ള തന്ത്രങ്ങളാ അവര് തമ്മി പറയുന്നത്. എന്തായാലും ശ്യാമ ശരിക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്യാമേ, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. സാരമില്ല ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അഖിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അശ്വതി ചേച്ചി ടെൻഷൻ ആവണ്ട. ശ്യാമയ്ക്ക് ഒന്നും പറ്റില്ല, ഞാനുണ്ട് കൂടെ. ഇപ്പോഴാ ആശ്വാസമായേ. ശരി, കാണാം. എന്നാ ശരി. അമ്മ ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. വാ. ശ്യാമേശി ഫൈനല് വിൻ ചെയ്തിട്ട് വേണം സ്കൂളിൽ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ. ഞാനൊന്ന് കസറും. ഇതെന്താണ് പതിവില്ലാത്ത ഒരു ജാടയൊക്കെ? ആ അപ്പ് കുറച്ച് ജാടയല്ല. മ്യൂസിക് കോമ്പറ്റീഷനിൽ ഇന്ന് ജയിക്കാൻ പോകുന്നതേ എന്റെ ചേച്ചിയാ. ഓ, ഇപ്പൊ ശ്യാമയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധമില്ല. നീ മാത്രം ഒരേ ഒരു അനുജൻ അല്ലേ വാസുവേട്ടാ? അവൻ സന്തോഷിക്കട്ടെ ദേവകി. അങ്ങനെ നമ്മക്കെല്ലാം സന്തോഷിക്കാനുള്ള ദിവസമായി ഇന്ന്. നമ്മുടെ ശ്യാമോൾ ഇന്നേ എല്ലാവരുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് ഇന്ന് കാണാൻ പോവല്ലേ? എന്റെ പൊന്നു ജയന്തി, ഞങ്ങള് നിന്നെ കാത്തു നിൽക്കുക. ഇനി ഒരുങ്ങിയതൊക്കെ മതി, വാ പോവാ. നീ എന്തേ പറയുന്നേ? ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, എന്റെ എന്ത് നിന്റെ വായിക്കാത്ത പിന്നെടുത്ത് മാറ്റില്ലേ വിഴുങ്ങും. അതിനിങ്ങനെ കിടന്ന് ചാടുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. ഓട്ടോ വിളിച്ചേക്കല്ലേ? അത് വരട്ടെ, അതുവരെ സമയമുണ്ടല്ലോ. അതെ, ഓട്ടോ ഇപ്പൊ വരും. സമയം കളയണ്ട, വീട് പൂട്ടിയിട്ട് നമുക്ക് ഇറങ്ങാം. അല്ല, നിങ്ങൾ നടക്ക്, ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് നേരെയാക്കട്ടെ. ഈ 4 ആൾക്കാർ കൂടുന്ന സ്ഥലമല്ലേ? ഒന്നാമത് ടിവിയിൽ എന്റെ വീട്ടുകാരൊക്കെ കാണുന്നതാ. മോശപ്പെട്ടാലേ എന്റെ വീട്ടുകാരെയും ബന്ധുക്കളുടെ മുന്നിൽ നാണം കെടുന്നത് ഞാനാ. എന്താണ് ചക്ക നീ ചിരിക്കുന്നേ? എന്താ ഞാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മതി മതി മതി, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. അല്ല, ഈ അഖിലും ശ്യാമയും മുന്നേ പോയി, അപ്പോഴേ നമുക്ക് പോവായിരുന്നല്ലോ. ശോ, ഈ പാട്ടിന് മുമ്പേ ഗംഭീര സദ്യ ഉണ്ടാവും. അതൊക്കെ കഴിച്ച് അങ്ങനെ വിലസായിരുന്നു. പിന്നെ അവര് മുമ്പേ പോയത് സദ്യ കഴിക്കാനല്ലേ? ജയന്തി അടുത്തേക്ക് എന്തറിയാം? അവിടെ ശ്യാമേച്ചിക്ക് മ്യൂസിക് പ്രാക്ടീസ് ഉള്ളതാ. ആയിക്കോട്ടെ, അതൊക്കെ നമുക്കും കാണാലോ. എന്നിട്ട് വേണം അവിടെ നിന്ന് ഓരോ വിടുവായിത്തരങ്ങൾ പറയാനല്ലേ? വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഓട്ടോ എപ്പോ വരും? നമുക്ക് ഇറങ്ങാൻ നോക്കാം. വാ വാ മോനെ. ആ വേഗം വാ. ഓ, എല്ലാരും ഉത്സാഹിച്ച് പോവാ. തിരിച്ചു വരുമ്പോഴേ ഈ ഉത്സാഹം കണ്ടാ നന്നായിരുന്നു. നോക്കാം. സമയം വൈകുന്നല്ലോ. നമ്മൾ വിളിച്ച ഓട്ടോക്കാരനെ കാണുന്നില്ല. അച്ഛാ, ഓട്ടോക്കാരനെ കുറച്ചു മുമ്പേ വിളിച്ചല്ലേ ഉള്ളൂ. അയാളിങ്ങ് വരണ്ടേ? അച്ഛന്റെ ഒരു വെപ്രാളം കണ്ടില്ലേ അവളുടെ പാട്ട് കേക്കാൻ. നമ്മൾ ചെന്നിട്ടേ പാട്ട് തുടങ്ങും. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. പിന്നെ നമ്മൾ ചെല്ലുന്നവരെ പാട്ട് തുടങ്ങാൻ അവര് കാത്തിരിക്കല്ലേ?
നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സമയത്തിനെത്തണം. അമ്മ നല്ല ഉത്സാഹത്തിലാണല്ലോ. അതേടി, ഉത്സാഹത്തിൽ തന്നെയാ. ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാമിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എന്റെ മോള് പാടുന്നത് എനിക്ക് നേരിട്ട് തന്നെ കാണണം. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ശ്യാമ ജയിക്കാൻ കൂടി വേണം. ഇല്ലെങ്കിൽ എല്ലാവരും തല കുമ്പിട്ട് തിരിച്ചു വരേണ്ടി വരും. ഉറപ്പായിട്ട് എന്റെ ശ്യാമേച്ചി തന്നെ വിന്നറാകും. ഒടുവിൽ ആ മനക്കോട്ട തകർന്നു വീഴാതിരുന്നാ മതി. വെറുതെ കരുന്നാക്കെടുത്ത് വളയ്ക്കാതെ ജയന്തി, എന്റെ മോള് തന്നെ ജയിക്കും. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. നടക്കാനുള്ള കാര്യം മുൻകൂട്ടി പറഞ്ഞു. അവള് തോറ്റാലേ പെട്ടെന്നുള്ള ഷോക്കില് ആർക്കും ദേഹം തളർച്ചയൊന്നും വരണ്ടാന്ന് കരുതി, അത്ര തന്നെ. അച്ഛാ ഓട്ടെത്തി. അപ്പോ ഓടല്ലേ മോനെ? മോനെ ഓടാതെടാ. അപ്പോ ഇവന്റെ ഒരു കാര്യം. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അമ്മേ, മോനെ അപ്പു, അപ്പോ ഇത് പറ്റി മക്കളെ? എനിക്കെന്തോ വല്ലാതെ. ഓടല്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മോനോട്. അതിവൻ ഓടി വന്നതിന്റെ ആയിരിക്കും. കുഴപ്പമുണ്ടോടാ? അയ്യോ അപ്പു, ആ ഓട്ടം ഇങ്ങെടുക്ക പെട്ടെന്നട്ടെ. എന്താടാ? അങ്ങോട്ട് കേറിക്കോ. ആ ജയന്തി നീ കയറ. ഓട്ടോ വിട്ടോ, നേരെ ആശുപത്രിയിലേക്ക് വിട്ടോ. വെറുതെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വേഷം കെട്ടി ഇറങ്ങി. ഇപ്പൊ അവിടെ ടി വിക്ക് മുന്നിൽ അടിച്ചു പൊളിക്കേണ്ട ഞാന് ഇവിടെ ആശുപത്രിയില് ചെക്കന് ബോധം കിടാൻ കണ്ട നേരം. ഡോക്ടറെ, എന്റെ അപ്പൂര് എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടില്ല, നല്ല മയക്കത്തില. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്റെ മോന് എന്താ ഡോക്ടർ? ECGയിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട്. എക്കോ എടുത്തു. ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണ്ടി വരും. കൂടെ വേറെ മറ്റാരുമില്ലേ? എന്റെ മോളും മരുമോനും ഉണ്ട്. ഒരു മ്യൂസിക് ഷോയ്ക്ക് പോയിരിക്കുക. ഓക്കെ, ഞാൻ മറ്റു ഡോക്ടേഴ്സുമായി കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഓപ്പറേഷന് നല്ല കോസ്റ്റ് ആവും. ടോട്ടൽ 25 ലക്ഷം രൂപയെങ്കിലും ആവും. ഈശ്വര, ചതിച്ചു. 25 ലക്ഷം രൂപ ഒരു ഓപ്പറേഷനോ? 5ന്റെ പൈസ ഇല്ലാതെ നിൽക്കുമ്പോഴാ 25 ലക്ഷം രൂപ നടന്നത് തന്നെ. എന്തായാലും കുറച്ച് ടെസ്റ്റിന്റെ കൂടെ റിസൾട്ട് കിട്ടാനുണ്ട്. അത് കിട്ടട്ടെ, പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ശരി എന്നാ. ഭഗവാനെ, കുറച്ച് സന്തോഷം തന്നതാ. അപ്പൊ അതിനിടയ്ക്ക് എന്തൊക്കെ ദുരന്തങ്ങളാ കരുതി വെച്ചിരിക്കുന്നത്. എന്തിനാ
ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കൃഷ്ണ? ആ ദേവകി, ശ്യാമ ഇപ്പം മ്യൂസിക് മത്സര സ്ഥലത്തായിരിക്കും. ഒരു കാരണവശാലും അപ്പുവിന്റെ ഈ വിവരം ശ്യാമയെ അറിയിക്കരുത്. അപ്പുവിന്റെ അവസ്ഥ അറിഞ്ഞ നമ്മുടെ ശ്യാമ തളർന്നു പോവും. പിന്നെ അവൾക്ക് പാടാനാവില്ല. മത്സരം കഴിയട്ടെ, പിന്നെ സാവകാശം ശ്യാമയെ അഖിലിനെ വിവരം അറിയിച്ചാൽ മതി. കേട്ടല്ലോ? തളർന്നു പോവും, പിന്നെ പാടാനാവില്ല. അത് ഐഡിയാണല്ലോ. എടി ശ്യാമേ, അക്കാര്യം ഞാൻ ഏറ്റടി. മാനസ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ മാം. ശ്യാമയും മാനസയും ഒരേ റേഞ്ചിൽ നിൽക്കും. അതിലാരാണ് ബെസ്റ്റ് അതാ ഇന്ന് തീരുമാനിക്കാൻ പോകുന്നേ. മോള് ശരിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്യുമെന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ട് മാം. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ മാം. ശരി. ശരി മാം. മോള് പ്രാക്ടീസ് തുടർന്നോ? അങ്ങനെ തന്നെ. അതെ. ജയന്തി അടുത്താണല്ലോ. മാഡം ഒരു മിനിറ്റ്. ഹലോ, ഞാൻ മ്യൂസിക് പ്രാക്ടീസിലാ. എന്താ അടുത്തേ? നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയോ? അയ്യോ ശ്യാമേ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അയ്യോ കഷ്ടം തന്നെ ശ്യാമേ. ജയന്തി അടുത്ത് പെട്ടെന്ന് കാര്യം പറയൂ. അയ്യോ, നിനക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യാ. വിഷമമുണ്ടാക്കുന്ന കാര്യോ? എന്താ അത്? ഇത് കേൾക്കുമ്പോഴേ നീ ഞെട്ടരുത്. പിന്നെ വിഷമിച്ച് പാട്ട് മോശമാക്കി പാടുകയും ചെയ്യരുത്. ഇത് എന്റെ ഒരു അഭ്യർത്ഥനയാ. എടുത്ത് കാര്യം പറയാ. ആ, നീ എന്താ കരുതിയത് ഞങ്ങളെല്ലാം മ്യൂസിക് ഷോ സ്ഥലത്ത് എത്തിയെന്നോ? എനിക്കും അപ്പൂനും ആർക്കും അതിനുള്ള ഭാഗ്യം ഇല്ല ശ്യാമേ. ഭാഗ്യമില്ലെന്നോ? എന്താ അടുത്ത് കാര്യം പറ. എന്റെ ശ്യാമേ, നമ്മുടെ അപ്പു 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 അപ്പുവേ അവിടേക്ക് വരാൻ വേണ്ടി ഉത്സാഹിച്ചിറങ്ങിയതാ. ഓട്ടോയുടെ അടുത്തേക്ക് ഓടിയത് മാത്രം അറിയാം. ദേ നിന്ന നിപ്പില് താഴേക്ക് ദാ വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുന്നു. കഷ്ടം. എന്താ അടുത്ത് പറയുന്നേ? ഒറ്റ വീഴക്കാ. എന്റെ നെഞ്ചേ, എനിക്ക് വയ്യായേ, വേദന സഹിക്കാൻ വയ്യേന്നും പറഞ്ഞു ഒറ്റ നിലവിളിയാ. പിന്നെ ഉള്ള ബോധം അങ്ങ് പോയിന്നേ. എടുത്ത് പറയുന്നൊക്കെ ശരിയാണോ? എന്റെ ശ്യാമി, ഞാനെന്തിനാ കള്ളം പറയുന്നേ? ഡോക്ടർ പറഞ്ഞതേ അപ്പൂന് വളരെ സീരിയസ് ആന്നാ. ആ, ഹൃദയത്തിന് എന്തോ ഓപ്പറേഷൻ വേണോന്നാ. അതിനെ 25 ലക്ഷം വേണോന്ന്. ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാനും എല്ലാവരും അപ്പൊ ഒന്ന് കണ്ണു തുറക്കുന്നതും കാത്തിരിക്കുക ശ്യാമേ.
ഡോക്ടർ പറയുന്ന കേട്ടിട്ടേ ഇനി ഓപ്പറേഷൻ കൊണ്ടൊന്നും അപ്പുവിന് ഒരു രക്ഷയില്ലെന്നാ തോന്നുന്നേ. നമ്മുടെ അപ്പു നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല ശ്യാമേ എന്നാ എനിക്ക് തോന്നുന്നത്. ശ്യാമ വിഷമിക്കൊന്നും വേണ്ട, നല്ലോണം പാടിക്കോ കേട്ടോ. ആ അപ്പുവിന്റെ കാര്യം എന്തായാലും ഇങ്ങനെയായി. നിന്റെ പാട്ടെങ്കിലും നടക്കട്ടെ. നീ ജയിക്കട്ടെ ശ്യാമേ. അപ്പോ ശരി ശ്യാമേ, നീ നന്നായി പാടണേ. ശരി. അവളിനി ശരിക്കും പാടും, ഫസ്റ്റ് മേടിക്കുകയും ചെയ്യും. എന്തിയോടാ കളി. എന്താ എന്താ ശ്യാമ, എന്തുപറ്റി എന്തുപറ്റി? എന്താ കാര്യം പറ, എന്തുപറ്റി? എന്താ എന്താ ശ്യാമ മുഖമല്ലാതിരിക്കുന്നേ? എന്തുപറ്റി? അത് എന്റെ അനിയൻ അപ്പോ അവൻ ഹോസ്പിറ്റലിലാ. അയ്യോ സീരിയസ് ആണ്. ഹോസ്പിറ്റലിലല്ലേ? സാരമില്ല, ശ്യാമ പോയെന്ന് മുഖം കഴുകിയിട്ട് വരൂ. ഒന്ന് കൂളാകും. പ്രോഗ്രാം തുടങ്ങാൻ ഇനി അധികം സമയമില്ല. എനിക്കിനി പാടാൻ പറ്റും തോന്നുന്നില്ല. എന്താ പാടാൻ കഴിയില്ലേ? ചാനൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക. ശ്യാമയും മാനസയും 2 കണ്ടസ്റ്റൻസ് മാത്രമേ പെർഫോം ചെയ്യാനുള്ളത്. അവസാന നിമിഷം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എന്റെ അപ്പു